പാലക്കാട് പോത്തുണ്ടി ഇരട്ട കൊലപാതക കേസിൽ പോലീസ് ഉടൻ കുറ്റപത്രം സമർപ്പിക്കും. ഒരു മാസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാനാണ് പോലീസിന്റെ നീക്കം. ജാമ്യ ഉപാധി ലംഘിച്ചുവെന്ന് കണ്ടെത്തിയിട്ടും പ്രതി ചെന്താമരയ്ക്കെതിരെ നടപടി സ്വീകരിക്കാത്തത് വീഴ്ചയാണെന്ന് തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ പറഞ്ഞു. രണ്ട് കേസും വിശദമായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ ചെയ്യേണ്ട നടപടികൾ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ചാർജ് ഷീറ്റ് സ്റ്റാറ്റ്യൂട്ടറി പീരീഡിനുള്ളിൽ തന്നെ നമ്മൾ സമർപ്പിക്കും. അതിൽ ആദ്യത്തെ കേസിൻ്റെ ട്രയൽ ആരംഭിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ അതിൽ പഴയ കേസിൻ്റെയും വിവരങ്ങളുമായി നിഖിൽ പ്രമേശാണ് ചേരുന്നത് പാലക്കാട് നിന്ന്. നിഖിൽ, ഇപ്പോൾ ഈ റേഞ്ച് DIGയുടെ ഒരു പ്രസ്താവന അത് അന്വേഷണ സംഘത്തിന്റെ ആ വീഴ്ചയിലേക്ക് കൂടെ വിരൽ ചൂണ്ടുന്നതല്ലേ? ഇത് എത്രത്തോളം നിർണായകമാണ്? കൃഷ്ണ, ഗുഡ് ഈവനിങ്. ഈ പോത്തുണ്ടി ഇരട്ട കൊലപാതകത്തിൽ എത്രയും വേഗം കുറ്റപത്രം സമർപ്പിക്കും എന്നുള്ളതാണ് ഇപ്പോൾ തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ വ്യക്തമാക്കുന്നത്. കുറ്റമറ്റ രീതിയിലായിരുന്നു പുതിയ അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ രീതി എന്നും അദ്ദേഹം പറയുന്നു. ആലത്തൂർ DYSP കുറ്റമറ്റ രീതിയിലാണ് ഈ കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കിയത്. സജിത കൊലപാതക കേസിന്റെ വിശദാംശങ്ങളും പരിശോധിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഒരു മാസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാനാണ് പോലീസിന്റെ നീക്കം. അതായത് പ്രതി ഇനിയിപ്പോൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കാൻ അത്ര കൃത്യമായ രീതിയിൽ കുറ്റമറ്റ രീതിയിൽ കുറ്റപത്രം നൽകുകയാണ് ഇപ്പോൾ പോലീസ് ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. അതോടൊപ്പം തന്നെ പോലീസ് വീഴ്ചയിൽ തുടരന്വേഷണം ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടി അദ്ദേഹം ഉറപ്പ് നൽകുന്നുണ്ട്. അതായത് ഈ പ്രതിക്ക് ഈ പോത്തുണ്ടി പഞ്ചായത്തിൽ പ്രവേശിക്കാൻ അനുമതിയില്ലെന്നിരിക്കെ അത് ലംഘിച്ചുകൊണ്ട് ജാമ്യ ഉപാധികൾ ലംഘിച്ചുകൊണ്ട് ഈ പ്രതി നേരത്തെ കുറ്റകൃത്യം നടത്തിയതിന് തൊട്ടരികിലത്തെ വീട്ടിലെത്തി എന്നുള്ളത് ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെയാണ്. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണിത് എന്ന് കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിൽ നെന്മാർ SHOയെ സസ്പെൻഡ് ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ കൂടുതൽ നടപടി ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പുകൂടി അദ്ദേഹം നൽകുന്നുണ്ട്. ഈ അന്വേഷണത്തിന് ശേഷം ഉദ്യോഗസ്ഥരെതിരെ തുടർ നടപടി സ്വീകരിക്കുമെന്നുള്ള ഉറപ്പുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. പുതിയ ജില്ലാ പോലീസ് മേധാവി ചുമതലയേറ്റതിനു ശേഷം അദ്ദേഹവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് ഇക്കാര്യം വ്യക്തമാക്കിയത്. കൃഷ്ണ.